ഹലോ ഗൈസ്, 2026 യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഗൈസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിങ്ങനെ കുറേ ഐഡിയാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അങ്ങനെ ഒരു സംഭവമല്ല. ഞാൻ എൻ്റെ മൈൻഡിലുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ പേഴ്സണലായുള്ള കുറച്ച് എക്സ്പീരിയൻസുകൾ അതൊക്കെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വളരെ ചെറിയൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്. കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടൻറ് ഇതിടണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്ത സമയത്ത്, യൂട്യൂബിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് പോലും കൃത്യമായിട്ട് അറിയാണ്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലുണ്ടാവും, ഇത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് എടുക്കുക, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എടുക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. അതുപോലെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന, എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറുതും വലുതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുക, അങ്ങനൊരു കാര്യമാണ്. അപ്പോൾ ഞാനിതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കുക എന്നുള്ളൊരു പ്ലാനാണ് മൈൻഡിലുള്ളത്. പക്ഷേ നമ്മുടെ ഒരു സമയത്തിനനുസരിച്ചും നമ്മുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടൊക്കെയാണ് പലപ്പോഴും അതിന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടൊക്കെയാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എനിക്ക് തോന്നുന്നില്ല കേസ്. ഞാൻ എന്താ വെച്ചാൽ കൂടുതലും എനിക്കെന്താണ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് അത് പറഞ്ഞു പോവുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ പാഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അനുഭവങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, 2026 യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഇത് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു ധാരണ വയ്ക്കുക. എന്തിനാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എല്ലാവരും ഒരേ പർപ്പസിനാവണമെന്നില്ല. അപ്പോൾ ചില ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അവരെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്, ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് ആളുകളിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ള ആളുകളുണ്ടായിരിക്കും. വേറെ ചില ആളുകളെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാശുണ്ടാക്കണം, ഒരുപാട് കാശുണ്ടാക്കണം, അങ്ങനൊരു സംഭവമായിരിക്കും. അങ്ങനെ ഒരുപാട് കാശുണ്ടാക്കണം എന്ന് ലക്ഷ്യം വെച്ചിട്ട് യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ എന്താ വെച്ചാൽ, നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളില്ലേ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരു പെണ്ണിനെ ചാടിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഒരുത്തൻ്റെ കുടുംബം ചാടിപ്പോയി, അല്ലെങ്കിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ പ്രസവം, ഗർഭം, അതുമായി അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്, കോൺട്രവേഴ്ഷ്യലായിട്ടുള്ളൊരു വിഷയം, ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരുപാട് വ്യൂസ് നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടോ, നാട്ടുകാരെ തെറി വിളിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തനെ തെറി വിളിച്ചുകൊണ്ടോ ഒക്കെ വീഡിയോ ചെയ്യും പലരും. ഇപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടില്ല, അവരിങ്ങനെ പറയുന്നത്, ഇപ്പോൾ ഉണ്ണിമുഖത്തിനെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ മോഹൻലാലിനിട്ട് തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും ചിലവർ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ മമ്മൂട്ടീനെ തെറി വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പ് കണ്ടൻറ് ക്രിയേറ്ററായ ഒരാളെ തെറി വിളിച്ചുകൊണ്ടൊക്കെ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, മറ്റവനെ തെറി വിളിക്കണു, അതെന്താ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റിവിറ്റി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വരും, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വ്യൂസായിട്ട് കയറും, അത് നമുക്ക് പൈസ ആയിട്ടും വരും. ഇതാണ് സംഭവം. പിന്നെ പലരും ചെയ്യാന്ന് വെച്ചാൽ വീഡിയോസ് ഇല്ലേ, ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അവരിങ്ങനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനാണ് കൂടുതൽ നമുക്ക് ആഡൊക്കെ കിട്ടണത്, നമുക്ക് ആഡിന് പൈസയൊക്കെ കിട്ടണത്. അങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗൈസ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോഴുള്ള വലിയൊരു അപകടം എന്നല്ല, വലിയൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെടും. അങ്ങനൊരു സാധനമുണ്ട്. ഇപ്പോൾ തന്നെ പല ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ വീട്ടിൽ അമ്മയും എൻ്റെ ഭാര്യയും തമ്മിൽ കച്ചറയാണ്, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു, നാത്തൂൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യും, മറ്റാളെ കുറ്റം പറയും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ തെറി വിളിക്കും, തന്തയ്ക്ക് വിളിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരിടാൻ തയ്യാറാവണം ഗൈസ്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ എനിക്കൊരു വിഷയത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കണം അത് സംസാരിക്കാൻ ശ്രമിക്കണം എന്നൊരു കാര്യമാണ്. ഞാനത് വല്ലാണ്ട് എഡിറ്റ് ചെയ്തിട്ടും അങ്ങനെ നല്ലത് ഇടണത്. അപ്പോൾ പല ആളുകളും എന്താ വെച്ചാൽ, വൃത്തിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ഒരുപാട് സമയമെടുത്ത് അങ്ങനെ ഒരു സംഭവം വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ തമ്പനെയിലിട്ട് ഹാഷ്ടാഗുകളിട്ട് അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് പറയാനുള്ളൊരു കാര്യത്തെ ഞാൻ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സംഭവം എന്നുള്ള രീതിയിലാണ്. അല്ലാണ്ട് അതിപ്പോൾ എത്ര പേര് കാണുന്നുള്ളതൊന്നും പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കലില്ല. നമുക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഒരുപാട് പേര് ഇത് കാണണം, ഒരുപാട് പേര് നന്നായി മോനെ അടിപൊളി ഈ മഹാനായ മനുഷ്യൻ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു രസമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളങ്ങനെയല്ല, കൂടുതലും പലപ്പോഴും വിചാരിക്കണം അതല്ല, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ആളുകൾ അതങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച്
ആളുകളൊന്ന് ചിന്തിക്കുക എന്നൊരു സംഭവം, നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനും കൂടി അതിൽ വെക്കുക, അങ്ങനെയൊക്കെ ഒരു സാധനമാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ സംഭവം ഇപ്പോൾ നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിഷയത്തെക്കുറിച്ച് ചർച്ചയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പൊതുവേ ഞാൻ എന്താ വെച്ചാൽ ഒരു സൈഡ് മാത്രം പിടിച്ചിട്ടല്ല സംസാരിക്കാൻ ശ്രമിക്കൽ, രണ്ട് സൈഡുകളും ഒന്ന് കാണാൻ ശ്രമിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗൈസ്. ഇനി പിന്നെ എന്താവുമെന്ന് അറിയില്ല. പിന്നെ പലപ്പോഴും ഞാനൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടൊന്നല്ല പലപ്പോഴും വീഡിയോ ചെയ്യുക. എനിക്ക് അപ്പോഴത്തെ ഒരു മൂഡിനനുസരിച്ചാണ്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതും ഒരു തേങ്ങയില്ല. അപ്പോൾ ഇതൊരു ന്യൂ ഇയർ ദിവസം ഒരു വീട്ടിലിങ്ങനെ നിന്നിട്ട് ആണ് നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ റൂം എന്താ പറയുക, ഞാൻ കിടക്കണ റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാനത് പൂട്ടി പോയിട്ട് ചാവി വേറെ സ്ഥലത്ത് മറന്നു വെച്ച്. അപ്പോൾ ഞാനിപ്പുറത്ത് വേറെ റൂമിൽ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ന്യൂ ഇയറിന് എന്താണ് പരിപാടി കേസ്. ന്യൂ ഇയറിന് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്താ വെച്ചാൽ കയ്യിൽ കാശൊന്നുമില്ല. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു മൂഡും ഇല്ല. പിന്നെ വയ്യ, മൊത്തം കോൺഫിഡൻസ് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ വെറുതെ ന്യൂ ഇയർ, പിന്നെ നമുക്ക് അത്രയും രസമുള്ള ഏതെങ്കിലും സുഹൃത്തിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ സംസാരിക്കാം, അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ നമ്മൾ ഓരോ സ്റ്റേജിൽ ഞാൻ വിഷയം മാറിപ്പോയില്ലേ. നമ്മൾ ഇപ്പം ഞാനൊക്കെ സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്, അതായത് ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ എൻ്റെ ഫീൽഡിൽ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിക്കായ ഒരു മൈൻഡ് സെറ്റും, അതേപോലെ അത്യാവശ്യം സ്പോർട്സ് ആൻഡ് സ്പിരിറ്റും, ഗെയിംസിലൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഇടപെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിങ്ങനെ അവിടെ ഇവിടെയും കുറേ വിത്തുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ മുളപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സും സ്ട്രെയിനും സംഗതികളൊക്കെയാണ്. അപ്പോൾ യൂട്യൂബിൽ എന്താ വെച്ചാൽ ഞാനെന്താ വെച്ചാൽ ഞാൻ എൻ്റെ മൈൻഡിലുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്നൊരു സാധനം. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പ്ലസ് പോയിൻ്റായിട്ട് കരുതുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, പൊതുവേ ഇപ്പോൾ അവൈലബിളായ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഒന്നും ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്ന് പലരും ഒരു റിമാർക്കായിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആളുകൾ പലരും പറയലുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ് കേസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റീവ് പറയുന്ന, ഇപ്പോൾ ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഞാൻ അയാളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സാധനം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ വീഡിയോ ഭൂരിഭാഗം പേർക്കും ഇഷ്ടമാവണമെന്നില്ല. അത് നമ്മുടെ, പക്ഷേ എൻ്റെ ഒരു മൈൻഡിൽ എന്താ വെച്ചാൽ, ഞാൻ പൊതുവേ എല്ലാവരോടും പറഞ്ഞ സാധനമാണ്, നമ്മുടെ എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റണമെന്നില്ല കേസ്. ആളുകൾ ഈ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ എല്ലാ വീഡിയോ ഇഷ്ടപ്പെടും, നമ്മളെ മൊത്തത്തിൽ ഇഷ്ടപ്പെടും എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പറയുന്നൊരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് പേരുടെയെങ്കിലും, ഒരു 100 പേരുടെയെങ്കിലും ഉള്ള ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ യൂട്യൂബിലൂടെ നടക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതാ പറയുന്നത്, നിങ്ങൾ 2026 യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അത് എന്തിനെക്കുറിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ധാരണ വെച്ചാൽ അടിപൊളിയായിരിക്കും തോന്നുന്നു കേസ്. അപ്പോൾ ചിലവരെന്താ വെച്ചാൽ ചുമ്മാ ലൈവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ആ ലൈവ് കാണാൻ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും, അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. വേറെ ചിലർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാവൽ വീഡിയോസ് ആയിരിക്കും, ചിലർ കുക്കിംഗ് വീഡിയോസ് ആവും, ചിലർ ലൈഫ് സ്റ്റൈലായിരിക്കും, അവർ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫാമിലി വ്ളോഗാവും, ചില ആൾക്കാർ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളൊരു സംഗതിയായിരിക്കും. ഇപ്പോൾ സീക്രട്ട് ഏജൻ്റൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ല, ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക. ചില ആൾക്കാർ ഒരുപാട് എഡിറ്റ് ചെയ്തിട്ട് മണിക്കൂറുകളോളം റിസർച്ച് ചെയ്തിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക, ലോങ് വീഡിയോ ഇടുക. ഇപ്പോൾ നിസാരം ചാനലിലൊക്കെ ഇല്ലേ, 1 മണിക്കൂറൊക്കെയാണ് ഒരു വീഡിയോ. അപ്പോൾ അത്രയും പണിയെടുത്ത് അത്രയും സമയം അത്രയും ദിവസത്തെ വായനയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്രയും എഫേർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് യൂട്യൂബിൽ കാണുന്നെങ്കിൽ ഒരു മാസം ഒരു 1,00,000 റുപ്യൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സീക്രട്ട് ഏജൻ്റൊക്കെ ഉണ്ടല്ലോ, 30 ലക്ഷക്കണക്കിന് റുപ്യാണ് ഒരു മാസമൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതല്ല ഒരു 30,000, 40,000, 50,000 റേഞ്ചിൽ ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് ക്വാളിറ്റിയിലൊക്കെ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ ബ്രാൻഡ് ഡീൽസൊക്കെ വരികയാണെങ്കിൽ. ഇപ്പോൾ ചില ആൾക്കാർ പരസ്യങ്ങളൊക്കെ തരൂലേ നമ്മുടെ വീഡിയോയിൽ, നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്കൊന്നും തരാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെയിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ലിങ്ക് അതിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് വിചാരിക്കുക, ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് വിചാരിക്കും നമ്മൾ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് അതും കൂടി അതിൽ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഒരു കണ്ടൻറ്റ് പോയി അതിൻ്റെ കൂടെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. കൂടുതലും ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു തിരക്കാണ് യൂട്യൂബിൽ. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, കല്യാണം കഴിച്ചു, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പിന്നെ പല ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ ഉമ്മ വയ്ക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, ഇതൊക്കെയാണ് ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട് കേസ്. അപ്പോൾ ആ രീതിയിൽ ആ സാധനം കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. നമ്മളിപ്പോൾ അതിൽ സദാചാരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ യൂട്യൂബിൽ ഇറങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നില്ല. പിന്നെ ഇത് നമ്മുടെ മെൻ്റലി ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രെസ് അടിപ്പിക്കും ചില സമയത്ത്. നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവും, സ്ട്രെസ്സാവും, പിന്നെ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടാവും.
ചില സമയത്ത് ഒരു ബ്രേക്ക് എടുക്കാനൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഒരു ഹോബി എന്നുള്ള ലെവലിൽ യൂട്യൂബിനെ കാണുകയാണെങ്കിൽ, കണ്ടൻറ് ക്രിയേഷൻ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഗൈസ്. ഇപ്പോൾ ഞാനൊരു ഇൻട്രോവേർട്ട് കൈൻഡ് മനുഷ്യരാണ്. അപ്പോൾ എനിക്ക് ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചില സമയത്തൊക്കെ മെൻ്റലി ഭയങ്കര ടയേർഡാവും. പിന്നെ ടൈം ഇല്ലാത്തതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള പോലെ നമുക്കും അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഒരു പാഷൻ എന്നുള്ള ലെവലിൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യം എന്നുള്ള രീതിയിൽ സമയം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കണമെന്നൊരു കാര്യം. അപ്പോൾ കൂടുതൽ ഞാനൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലൊക്കെ എൻ്റെ നാട്ടിലെ ഉത്സവങ്ങളും ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ആളുകളെക്കുറിച്ചും അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂസും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏത് രീതിക്ക് മാറുമെന്ന് എനിക്കറിയില്ല. ഇതെന്താ പറയുക, ഒരു ജന്തുവിനെ പോലെയാണ്. അതിങ്ങനെ ഇവോൾവ് ചെയ്ത് ഇങ്ങനെ വരും. അതാണ് സംഭവം. അപ്പം ഞാനെന്ന ജന്തു, എൻ്റെ യൂട്യൂബ് ചാനലെന്ന ജന്തു ഇവോൾവ് ചെയ്ത് വരിക എന്നൊരു സാധനമാണ്. അപ്പോൾ കൂടുതലും ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യൂട്യൂബ് സീരിയസ് ആയിട്ടാണ് കാണണമെങ്കിൽ അതിനനുസരിച്ചുള്ള പണിയെടുക്കുക. അല്ല ചുമ്മാ കോൺട്രവേഴ്ഷ്യലായ എന്തെങ്കിലും രീതിയിലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടൻറ്റായിട്ട് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചുമ്മാ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചിലതിലൊക്കെ കണ്ടൻറ്റൊന്നും കാര്യമായിട്ട് ഒരു തേങ്ങ ഉണ്ടാവില്ല. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ സംഭവങ്ങൾ. ഇപ്പോൾ മല്ലു ഫാമിലിയൊക്കെ അവരെന്താ യൂട്യൂബ് ചാനൽ ഇട്ടായിരുന്നു, കുറേ നെഗറ്റിവിറ്റിയും അതും ഇതും അങ്ങനെയും ഇങ്ങനെയും പേഴ്സണൽ ലൈഫിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ. അതിന് കുറേ ആൾക്കാർ നെഗറ്റീവ് പറയും, കുറേ ആൾക്കാർ പോസിറ്റീവായിട്ട് പറയും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ ചില ആൾക്കാർ യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ നല്ല വ്യൂസുള്ള ചാനൽ, അവരൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ട്, ഇന്നൊക്കെ കൂടി കാണണം, അത് കണ്ടിട്ടില്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വല്ല മോശം പോലെ, നമ്മുടെ കോമ്പിറ്റൻസ് കുറവായതുപോലെ, അല്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെയൊക്കെ കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവർ ആ വീഡിയോ കാണും. അങ്ങനെയും കുറേ ആളുകളുണ്ട്. പിന്നെ ഈ തുടക്കക്കാർ അല്ലെങ്കിൽ കുറച്ച് മാത്രം സബ്സ്ക്രൈബേഴ്സുള്ള ആളുകൾ വീഡിയോസ് ചെയ്യുമ്പോൾ അതിനിഷ്ടപ്പെട്ട് കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. സപ്പോർട്ടും കിട്ടുമൊക്കെ. ഇപ്പോൾ നമ്മളെ സ്ഥിരമായി കാണുന്ന ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ കാണുന്ന സംഭവം എന്താ വെച്ചാൽ, എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണെന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടേതായ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും നമ്മുടേതായ പാഷൻസും സംഗതിയൊക്കെ ഉണ്ടാവും. അത് എങ്ങനെ യൂട്യൂബിലൂടെ എക്സ്പ്ലോർ ചെയ്യാം, യൂട്യൂബിലൂടെ എക്സ്പ്രസ് ചെയ്യാം എന്നൊക്കെ ഒരു സാധനമാണ് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ നിൽക്കുകയാണെങ്കിൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക ഗൈസ്. പിന്നെ എനിക്ക് കുഞ്ഞൊരു ക്രാഫ്റ്റ് സ്റ്റോർ ഉണ്ട് ഗൈസ്, ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ക്രാഫ്റ്റിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് യൂട്യൂബൊക്കെ വിട്ടുപോയാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കണ കുറേ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് മുന്നോട്ടിങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളൊരു സാധനമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഭാവിയിൽ ചിലപ്പോൾ ഒരു കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാശുണ്ടാക്കുന്ന, ഒരുപാട് എന്താ പറയുക, ആ വ്യൂസൊക്കെ ഉള്ള ഒരു ചാനലായിട്ട് മാറാനും സാധ്യതയുണ്ട്, മാറാതിരിക്കാനും സാധ്യതയുണ്ട്, അറിയില്ല. എന്തായാലും 2026 ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടായിരിക്കും. ഇപ്പം തന്നെ ഇഷ്ടം പോലെ ആളുകളാണ് യൂട്യൂബിലുള്ളത് അല്ലേ. കൂടുതലും ലൈവൊക്കെ നിങ്ങൾ രാത്രി 2 മണിക്ക് എണീറ്റിട്ട് യൂട്യൂബിലുള്ള ലൈവുകൾ നോക്കി ഇഷ്ടംപോലെ ആൾക്കാരാണ് ലൈവിലും ഒക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ കാര്യമായിട്ട് പണിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. ഒന്നും എളുപ്പമാവില്ല ഗൈസ്, പണിയെടുത്താൽ തന്നെ നടക്കുള്ളൂ. പിന്നെ ചിലർക്ക് ലക്കിന് കയറുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇതാണ് പട്ടപ്പട്ടേ ക്ലിക്കാവും. പിന്നെ നല്ല ഹാഷ്ടാഗുകളൊക്കെ ഇടുക, തമ്പനെയിലൊക്കെ ഇടുക. അപ്പോൾ ചിലർ നല്ല രീതിയിൽ തമ്പനെയിലൊന്നും ഇടാണ്ട് തന്നെ വീഡിയോസ് ക്ലിക്കാവും. അങ്ങനെയുണ്ട്. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. പറ്റണം ഒരേ ടൈമിൽ അപ്ലോഡ് ചെയ്യുക. സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്ക് നമ്മുടെ ഒരു വൈബ് മനസ്സിലാവും. അപ്പോൾ ആ വൈബിന് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും തന്തയ്ക്കുവിളി തള്ളക്കുവിളിയൊക്കെ കേൾക്കാൻ നല്ല സാധ്യതയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഗൈസ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും വെറുക്കണവരും ഒക്കെ ഉണ്ടായിരിക്കും, പുച്ഛിക്കണവരും പരിഹസിക്കണവരും ഒക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, ഞാനൊക്കെ അല്ലെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചൊരു മാസം ഒരു 10-15 ഉറുപ്പ്യൊക്കെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ.